സർവീസ് സെൻറ്ററിൽ ഉള്ളവർക്ക് പോലും റെക്ടിഫൈ ചെയ്തെടുക്കാൻ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഒരു EV മേടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലൊരു IC എഞ്ചിൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം 180 മുമ്പ് ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ച് ചോദിക്കണം, അവിടെ ചാർജിങ് കാണുമോ? ഒരു ചെറിയൊരു ജനറേറ്ററൊക്കെ എടുത്ത് വണ്ടിയുടെ പുറകോട്ടിട്ട് ജനറേറ്റർ എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ചാർജ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഏതാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്ന സെല്ല്, ആ ഒരു സെല്ല് മാത്രം മാറ്റി വേറെ സെല്ല് വെക്കാം. സമ്മതിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സെല്ല് മാറ്റി ഞാൻ വേറെ വെച്ചു, അടുത്തുള്ള സെല്ലിനൊക്കെ കംപ്ലൈൻറ്റ് വരത്തില്ലേ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷംജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു IC എഞ്ചിൻ എടുക്കണോ, ഒരു EV വാഹനം എടുക്കണോ? ഇതിൽ ഏതാണ് എടുക്കാൻ ഏറ്റവും നല്ലത്? അഥവാ എടുത്താൽ പണി കിട്ടാത്ത വാഹനം ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പലർക്കും സംശയം വരും. പിന്നെ നമ്മൾ നോക്കുന്ന ഭയങ്കര കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്, റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്, വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെന്ന് ചാടുന്ന ഒരു സ്ഥലമാണ് EV. ശരിക്കും EV വാഹനം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ സാധിക്കും? ഇനി അങ്ങോട്ട് EVയുടെ കാലഘട്ടമാണ്, അതായത് ഒരു ഇലക്ട്രിക്കൽ യുഗം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പോയി ഒരു IC എഞ്ചിൻ എടുക്കുന്നത് നല്ലതാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന 10 കാര്യങ്ങൾ, അതായത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന 10 കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും IC എഞ്ചിൻ എടുക്കണോ അതോ ഒരു EV വാഹനം എടുക്കണോ എന്നുള്ളത്. ഏതായാലും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാര്യം, ഡ്രൈവ് തന്നെ തുടങ്ങട്ടെ. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കിലോമീറ്റർ ഒരു വാഹനത്തിൽ ഡ്രൈവ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പം എനിക്ക് ഡെയിലി ഒരു 50 കിലോമീറ്റർ ഓടണം. ഒരു അപ്പ് ആൻഡ് ഡൗൺ തന്നെ കൂട്ടിക്കൊള്ളു, ഒരു 25-50 കിലോമീറ്റർ എനിക്ക് ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണ്. ഡെയിലി ഞാൻ ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ EV തന്നെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് വരുന്നേ ഉള്ളൂ. ഡെയിലി ഒരു 50 കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇത് ഞാൻ EV കാർ എടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സ്കൂട്ടേഴ്സോ ബൈക്കോ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് EV കാർസ് മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും. 50+ ഉണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കും. പക്ഷേ 50+ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റേഞ്ചും കൂടെ അറിയണം. കാരണം ഞാൻ 50 എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 25 അല്ലെങ്കിൽ ഒരു 40 കിലോമീറ്ററോളം ഒരു ദിവസം വൺ സൈഡ് ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിലും 80 കിലോമീറ്റർ, അതായത് 100 കിലോമീറ്ററിനകത്തെ ഈ വാഹനം ഓടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ധൈര്യമായിട്ട് എനിക്ക് EV വാഹനം എടുക്കാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് പലരും ചോദിക്കുമായിരിക്കും എന്തുകൊണ്ടാണ്, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ശരിക്കും കുറച്ചുകൂടെ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതായത് ഞാനിപ്പോൾ സാധാരണ ഓടുന്ന ഒരു 40 കിലോമീറ്റർ ആണെങ്കിൽ 40-80 എൻ്റെ വാഹനത്തിൻ്റെ റേഞ്ച് ഒരു 200 കിലോമീറ്റർ ആണെന്ന് വെക്കുക. 80 പോയിട്ടുള്ളെങ്കിൽ പിന്നെയും എനിക്ക് 120 ബാലൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് പെട്ടെന്നൊരു ഡ്രൈവ് ഞാൻ പ്ലാൻ ചെയ്യുക, ഒരു 100 കിലോമീറ്റേഴ്സോളം ഡ്രൈവ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതായത് എനിക്ക് അവിടെ നിന്ന് പിന്നെ അടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എവിടെയുണ്ടെന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യണം. അതായത് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ബട്ട് ഞാൻ ഡെയിലി എൻ്റെ വർക്കിന് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിലോ ഒരു പ്രശ്നവും വരത്തില്ല. എനിക്ക് കൃത്യമായി പോയി വരാൻ സാധിക്കും. ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള റേഞ്ചിൽ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പോയിന്റ്, അഥവാ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റീസെയിൽ വാല്യൂ. ഏതൊരു വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും എത്ര ഇഷ്ടപ്പെട്ട് നമ്മൾ പർച്ചേസ് ചെയ്താലും നാളെ ഒരു സമയത്ത് ടെക്നോളജി മാറുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു 99% ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ വാഹനം സെയിൽ ചെയ്തിട്ട് പുതിയൊരു വാഹനം മേടിക്കും. വേറൊന്നും കൊണ്ടല്ല, പഴയ വാഹനങ്ങളിൽ പണി വന്നു തുടങ്ങും എന്നുള്ളൊരു പേടി കൊണ്ടോ, അല്ലെങ്കിൽ പണി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറയിൽ നമ്മൾ കോസ്റ്റ് മുടക്കിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളത് സെയിൽ ചെയ്ത് വേറെ പുതിയ വാഹനം മേടിക്കും. അന്നേരം ഒരു എക്സാമ്പിൾ പറയാം. മാരുതിയുടെ സ്വിഫ്റ്റ് വാഹനം ഏകദേശം 6 ലക്ഷം രൂപയുള്ളൊരു വാഹനം നിങ്ങളെടുത്തു. ഒരു 6 വർഷം കഴിഞ്ഞ് നിങ്ങളിത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു 6 ലക്ഷം രൂപയ്ക്ക് മേടിച്ച വാഹനത്തിന് നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ വേണ്ട, ഒരു 4-3.25 നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഏകദേശം പകുതി തന്നെ കൂട്ടിക്കോളൂ, ആ വാഹനത്തിൻ്റെ പകുതി വില തിരിച്ച് കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങളൊരു 6 വർഷമായൊരു EV തിരിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ വാഹനത്തിൻ്റെ
പകുതി വില കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ആരുടെയാണെന്നുള്ള ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടൊരു വീഡിയോ ആണ്. വാഹനം, ടാറ്റയുടെ വാഹനം 2 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടായിരുന്നു. അപ്പം അത്രയും വില താന്നു പോയല്ലോ എന്നോർത്തപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷെ പിന്നെയും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ, ഞാനിപ്പോൾ ഈ മേടിച്ചിരിക്കുന്നത് ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞു എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് വിവോയുടെ X90 Pro എന്ന് പറഞ്ഞ മോഡലാണ്. അന്ന് എടുത്ത വിലയുടെ പകുതിയെ ചിലപ്പോൾ ഇന്ന് കിട്ടത്തുള്ളൂ കൊടുത്തു കഴിഞ്ഞാൽ. ഇത് ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അതിൻ്റെയും പകുതിയാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്തുള്ള ബാറ്ററി, ഇതിൻ്റെ സെൻസേഴ്സ്, ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർസ് ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കാലക്രമേണ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേ സ്ഥാനത്ത് ഒരു IC വാഹനം അഥവാ ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ എൻജിൻ നമുക്ക് കൃത്യമായിട്ടുള്ള എൻജിൻ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യം സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, 3 ലക്ഷമല്ല, 4 ലക്ഷമല്ല, ഇങ്ങനെ ഓടിക്കോളും. അതായത് നമുക്ക് നാളെ ഒരു സമയത്ത് ഇത് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ പോലും ഒരു പേടി കൂടാതെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റീസെയിൽ വാല്യൂവിന് വലിയ കുറവില്ലാതെ തന്നെ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ സാധിക്കും. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പം റീസെയിൽ വാല്യൂ വരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ്. വിക്ക് എന്നാ മെയിൻ്റെനൻസ്? ഒന്നുമില്ല, ചുമ്മാ കറണ്ടിൽ കൊത്തിയിട്ട് അങ്ങ് ഓടിയാൽ പോരെ. തെറ്റാണ്. ആരാണ് പറഞ്ഞത് വാഹനത്തിന് മെയിൻ്റെനൻസ് ഇല്ല? വാഹനം സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഇതിന് ഒരുപാട് മെയിൻ്റെനൻസ് ഉണ്ട്. ഫസ്റ്റ് കാര്യം തന്നെ, ഈ വാഹനത്തിന് ഭയങ്കര ടോർക്കാണ്. അതായത് ഞാൻ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി നിങ്ങൾ കുറേ റിവ്യൂസും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് കാല് കൊടുത്ത് കഴിഞ്ഞാൽ റവ് ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു പവർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ IC എൻജിൻ പോരാ. കാരണം എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്ത് ആ കിട്ടുന്ന പവർ കറങ്ങി ഫ്ലൈ വീൽ ക്ലച്ചിനെ കറക്കി, ഈ ക്ലച്ച് കറങ്ങി ഗിയർ ബോക്സ് കറങ്ങി, ഗിയർ ബോക്സിൽ നിന്ന് ഔട്ട്പുട്ട് ടയേഴ്സിലോട്ട് വരണം. ഇത്രയും പ്രശ്നം വരുന്നില്ല നമ്മുടെ ഇലക്ട്രിക്കൽ വാഹനത്തിലാണല്ലോ. ഒരൊറ്റ മോട്ടർ കറങ്ങിയിട്ടും ടയറിലോട്ട് കൊടുക്കുകയാണ്. ആ മോട്ടറാണെങ്കിലോ വേറെ ലോസ് ഒന്നും വരുന്നില്ല. അതിൽ കൊടുക്കുന്ന കറണ്ടിന് അത് കറക്കി പുറത്തോട്ട് കൊടുക്കുന്നു. വളരെ സിമ്പിൾ. അതുപോലെ ടോർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വരുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ടയർ ലൈഫ് കുറവാണ്. മെയിൻ കാര്യം ബാറ്ററിയുടെ ഒരു പ്രശ്നം. കാരണം ബാറ്ററിയുടെ വെയിറ്റ് അത്രയും വരുന്നുള്ളതുകൊണ്ട് ഈ വാഹനം എപ്പോൾ ഓടിക്കഴിഞ്ഞാൽ ഈ ഫുൾ വെയിറ്റിൽ ഓടുന്നുള്ളതുകൊണ്ട് ബാറ്ററിയുടെ വെയിറ്റ് കാരണം ടയറിന് തേയ്മാനം കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് അതിന് ലൈഫ് കുറവായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ടോർക്ക് തന്നെയാണ്. നല്ല രീതിക്ക് വലിച്ചുകൊണ്ടങ്ങ് പോകും, നല്ല സ്പീഡും കിട്ടും. അന്നേരം നമുക്ക് സഡനായിട്ടുള്ള ബ്രേക്കിംഗ് ആവശ്യം വരും. റീജനറേറ്റീവ് മോഡ്സ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെയും കുഴപ്പമില്ല എന്ന് ഞാൻ പറയാം. പക്ഷേ എന്നാലും ടയർ ലൈഫിന് അവിടെ വലിയ കോംപ്രമൈസ് ഇല്ല. കാരണം റീജനറേറ്റീവ് ഇട്ടാലും നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പവർ, ഒരു ഐഡിൽ പവർ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ടയറിന് വെയർ ഭയങ്കരമായിട്ട് കൂടും. നമ്മുടെ സാധാരണ വാഹനത്തിനെ അപേക്ഷിച്ച് ഒരു 50% വെയർ കൂടുതലാണ് വാഹനത്തിൻ്റെ ടയർ, ബ്രേക്ക് പാഡ് കാര്യങ്ങൾക്കെല്ലാം വരുന്നത്. അതുകൊണ്ട് മെയിൻ്റെനൻസ് നമുക്ക് കുറയത്തില്ല, കൂടുതലേ വരത്തുള്ളൂ. അതുകൊണ്ട് മെയിൻ്റെനൻസ് കുറവാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരും ലോഡ് എടുത്ത് ചാടരുത്. നാലാമത്തെ പോയിന്റ്, പ്രൈസ് വൈസ് നമുക്ക് നോക്കാം. ഏറ്റവും വില കുറഞ്ഞ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാനാണെങ്കിൽ ടാറ്റയുടെ പഞ്ച് ഒന്ന് നോക്കാം. അതിൽ കുറഞ്ഞുണ്ടെങ്കിലുള്ള ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്ക്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നൊരു വാഹനമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസാണ് ഞാൻ പറയുന്നത്. ഓൺ റോഡ് പ്രൈസ് എനിക്ക് അറിയത്തില്ല, അത് തിരക്കേണ്ടി വരും, ഞാൻ തിരക്കിയില്ല. എക്സ് ഷോറൂം പ്രൈസ് 9,99,000, അതായത് 10 ലക്ഷം കൂട്ടിക്കോളൂ. അതേ സ്ഥാനത്ത് ഈ പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിന് തന്നെ നോർമൽ ഏറ്റവും ബേസ് IC എഞ്ചിൻ വരുന്ന സമയത്ത് അതിന് വരുന്ന 6,20,000 രൂപ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ടോട്ടൽ ഡിഫറൻസ് വരുന്നത് 3,79,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഇത് രണ്ടും തമ്മിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വാഹനത്തിന് പകരം ഒരു IC വാഹനം മേടിക്കുകയാണെങ്കിൽ ഒരു 3,79,000 രൂപ നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ട്, അതായത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 3,79,000 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചാൽ എത്ര രൂപയുടെ പെട്രോൾ കിട്ടുമെന്ന് നോക്കിയാൽ 3,575 ലിറ്റർ പെട്രോൾ എനിക്ക് മേടിക്കാൻ സാധിക്കും ഈ പറഞ്ഞൊരു വിലയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 14 വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 1 ലിറ്റർ പെട്രോൾ കൊണ്ട് 14 കിലോമീറ്ററിൽ ഈ വാഹനം ഓടും എന്ന് സങ്കല്പിച്ചൊന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു എമൗണ്ടിൽ എനിക്കൊരു 50,000 കിലോമീറ്റർ ഓടാൻ സാധിക്കും. അതായത് ആ വാഹനം റഫ്ലി ഒരു 50,000 കിലോമീറ്റർ ഓടാൻ സാധിക്കും.
അപ്പോൾ എനിക്കിവിടെ ഉണ്ടായ ഗുണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എടുത്തില്ല. ഞാൻ അതിന് പകരമായിട്ട് ഒരു IC എഞ്ചിൻ എടുത്തു. IC എഞ്ചിൻ എടുത്തിട്ട് ആ ബാലൻസ് ഉള്ള, അതായത് മേടിക്കാനും കൂടെയുള്ള പൈസയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ബാങ്കിൽ കൊണ്ടിട്ടു. അതിൽ നിന്നുള്ള പേയ്മെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഫ്യൂൽ ഫില്ല് ചെയ്തു. അങ്ങനെ ഫ്യൂൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 50,000 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂൽ കിട്ടി. ഈ 50,000 കിലോമീറ്റർ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ വാഹനം കൊടുത്തെന്ന് വെച്ചോ, പകുതി വിലയെങ്കിലും എനിക്ക് കിട്ടുവേ, ഉറപ്പാണേ. അതേ സ്ഥാനത്ത് ഒരു EV ആയിരുന്നുണ്ടെങ്കിലോ പകുതി വില കിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രൈസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മുടക്കുന്നൊരു മുതൽ നമുക്കൊരു വാല്യൂ ഫോർ മണി കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കുക. ഞാൻ പറയുന്നൊരു കാര്യം ഓക്കെ ആണ്, അത് അങ്ങനെയല്ല തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റിൽ ഇട്ടോണം. 5ാമത്തെ പോയിന്റ്, കംപ്ലൈൻറ്റ് റെക്ടിഫിക്കേഷൻ. അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു EV വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഈ ഒരു സെനേറിയോയിൽ അത് സെറ്റായി വരുന്നേ ഉള്ളൂ. അതായത് എല്ലാവരും EV ആയിട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇതൊരു IC എഞ്ചിനാണ്. എവിടെയെങ്കിലും ഈ വാഹനം നിന്ന് പോയി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് തന്നെ സിമ്പിളായിട്ടുള്ള ലോജിക്ക് നമ്മൾ നോക്കുന്നത് പെട്രോൾ വരുന്നുണ്ടോ എന്ന് നോക്കും. യെസ്, പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ പെട്രോളിന് പ്രശ്നമല്ലെന്ന് ഉറപ്പായേ. കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പോഴും ഇതൊക്കെ തന്നെ നോക്കുന്നുണ്ട്. കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കും. യെസ്, കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നമല്ല. വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. വാഹനം സ്റ്റാർട്ട് ആവുന്നില്ല. നമ്മുടെ കണക്ട് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് OBD റീഡർ കയ്യിലില്ലെങ്കിൽ ആദ്യം പെട്രോൾ വരുന്നുണ്ടോ പിന്നെ കറണ്ട് വരുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ പിന്നെ സെൻസേഴ്സിൻ്റെ സൈഡിലോട്ട് പോയാൽ മതി. ഇൻ കേസ് പെട്രോൾ വരുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഫ്യൂൽ പമ്പിൻ്റെ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ട്. സെൻസർ പോയതാണോ, അതോ ഫ്യൂസ് പോയതാണോ, റിലേ പോയതാണോ, ഇതൊക്കെ നോക്കി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. EV വാഹനം വഴിയിലായി ആരെ വിളിച്ചുകൊണ്ട് വരും? ശരിക്കും പറഞ്ഞാൽ ഷോറൂമിലുള്ളവർക്ക് പോലും അതായത് ഒരു സർവീസ് സെൻറ്ററിലുള്ളവർക്ക് പോലും റെക്ടിഫൈ ചെയ്തെടുക്കാൻ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതായത് അവർക്കും ട്രെയിനിങ് കിട്ടി വരുന്നതേ ഉള്ളൂ. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, കാരണം കംപ്ലയിൻസ് എല്ലാം കിട്ടി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആസ് എ കസ്റ്റമർ നിങ്ങൾ വാഹനം മേടിക്കുക, അതിനൊരു കംപ്ലയിൻറ്റ് വരും, കൊണ്ടു കൊടുക്കും. 10-15 ദിവസം ഈ വാഹനം ആ വർക്ക്ഷോപ്പിൽ കിടക്കും. അത് കഴിയുമ്പോൾ അവർക്ക് കംപ്ലയിൻറ്റ് കിട്ടിയാൽ പറയും യെസ് കംപ്ലയിൻറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം വേണം. ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്. ഇതുപോലെ ഒരുപാട് പേര് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക, ബാക്കിയുള്ളവർ കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. EV കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല വാഹനമാണ്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു EV മേടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലൊരു IC എഞ്ചിൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം പ്രീ പ്ലാൻഡ് ട്രിപ്പിന് EV ഓക്കെയാണ്, പ്ലാൻ ചെയ്യാത്ത ട്രിപ്പിന് EV പാടാം. കാരണം ഞാൻ താമസിക്കുന്ന കോട്ടയമാണ്. എനിക്കൊരു 3 ട്രിപ്പ് പോകണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യണം. ഞാൻ ഇവിടുന്ന് 3 പോകുന്നു. 3 ടോട്ടൽ കിലോമീറ്റർ 250 കിലോമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ റേഞ്ച് 200. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാഹനത്തിന് ഇത്രയും ലോഡ് കൊണ്ടുപോകുന്ന സമയത്ത് 200 എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് 180 കിട്ടത്തുള്ളൂ. കയറ്റമാണ്. അപ്പം 180 മുമ്പ് ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ എടുത്ത് വിളിച്ച് ചോദിക്കണം, അവിടെ ചാർജിങ് കാണുമോ? ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്ഥലം ഞാൻ കണ്ടുപിടിക്കണം. അതായത് പ്രീ പ്ലാൻ ചെയ്ത് മാത്രം നിങ്ങൾക്കൊരു EVയിൽ ഒരു ട്രിപ്പ് പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജനറേറ്ററൊക്കെ എടുത്ത് വണ്ടിയുടെ പുറകോട്ടിട്ട് ജനറേറ്റർ എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ചാർജ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രീ പ്ലാൻ ചെയ്യണം. സാധാ IC എഞ്ചിനാണെങ്കിലോ കേറാ, പമ്പിലോട്ട് ചെല്ലടാ, അടിക്കടാ, പോടാ, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് EVസിന് അവൈലബിൾ ആണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. ബട്ട് അതും സമയമെടുക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് റെക്ടിഫിക്കേഷന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലായി വരുന്നത്. പക്ഷേ IC എഞ്ചിൻ വർഷം കുറേ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്നതാണ്, അത് മാറിയാൽ ഓക്കെ ആകും എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ണടച്ച് വരെ പറയാൻ സാധിക്കും. ആ ഒരു രീതിയിൽ നമ്മളായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലോകം നമ്മൾ സെറ്റായി വരുന്നേ ഉള്ളൂ, സമയം വേണം. 6ാമത്തെ പോയിന്റ് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ EV വാഹനമുള്ളൊരു വ്യക്തിക്ക് ഒരു IC വാഹനം അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഉള്ളൊരു വാഹനം ഉറപ്പായിട്ടും വേണം. ചെറിയ ഏതെങ്കിലും ഒരു വാഹനം മേടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ സഡനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോൾ, ഇപ്പം ചിലപ്പം ഈ വാഹനം വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ചിലപ്പോൾ ഒരു 5% കാണത്തുള്ളൂ. അത്യാവശ്യമായിട്ട് നമുക്കൊരു സ്ഥലം വരെ പോയേ പറ്റൂ. ഇവനാണെങ്കിൽ ചാർജും ഇല്ല. ഫാസ്റ്റ് ചാർജിങ്ങിന് കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചാലോ മിനിമം ഒരു അരമണിക്കൂർ പോകത്തില്ലേ? എന്നാൽ ഒരു IC എഞ്ചിനാണെന്നുണ്ടെങ്കിൽ എടുക്കടാ പെട്രോൾ പമ്പിലോട്ട്, നേരെ പമ്പിൽ ചെല്ലുക, ഫ്യൂൽ അടിക്കുക, പോവുക. വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു IC എഞ്ചിൻ ഉറപ്പായിട്ടും, അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ
പോട്ടെ, പെട്രോളോ അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന ഒരു വാഹനം നിങ്ങളുടെ വീട്ടിൽ വേണം, ഒരു EV ഉണ്ടെങ്കിലും. അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, അവന് ചാർജില്ല, അവിടെ കിടക്കട്ടെ, അടുത്ത വണ്ടി എടുത്തുകൊണ്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് നിങ്ങൾ എത്താം. 7ാമത്തെ പോയിന്റ്, ഫ്യൂവൽ ഫില്ലിംഗ് അഥവാ പെട്രോളോ ഡീസലോ അടിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം. ഒരു 35 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഈ ഒരു വാഹനം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ ഒരു 5 മിനിറ്റോളം എടുക്കുന്നുണ്ട്. അത് പിന്നെ സ്പീഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഫുൾ സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ, ഞാൻ എപ്പോഴും അധികം സ്പീഡ് ഇടാറില്ല, ജസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ഇടാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു വാഹനം ഫുൾ ടാങ്ക് ആയി കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങളൊരു വാഹനം, അതായത് ഒരു EV വാഹനം ചാർജ് ചെയ്യാൻ കൊണ്ടു കൊടുത്താലോ, ഫാസ്റ്റ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അടുപ്പിച്ചെങ്കിലും 1 തൊട്ട് 2 മണിക്കൂർ വരെയെങ്കിലും എടുക്കും. ഇനി അതല്ല, നിങ്ങളുടെ വാഹനം വീട്ടിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നോർമൽ ചാർജേഴ്സ് യൂസ് ചെയ്താൽ 8 തൊട്ട് 12 മണിക്കൂർ വരെ നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈം ഡിഫറൻസ് നമ്മുടെ കാൽക്കുലേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. യാത്ര പോകുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ അധികം പ്ലാൻ ചെയ്ത് വേണം സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതൊരു വലിയ പോരായ്മയാണ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ 100%. കാരണം വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞു, ഈ ഒരു ഫോണ് ഞാൻ എടുക്കും മുമ്പ് എൻ്റെ ഉണ്ടായിരുന്ന വിവോ X80 ആയിരുന്നു, അതും ഫാസ്റ്റ് ആയിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫോൺ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 2 തൊട്ട് 2.5 മണിക്കൂർ എടുക്കുമായിരുന്നു ഫുൾ ചാർജിന്. എന്നാൽ ഈ ഫോൺ മേടിച്ചതിന് ശേഷം എനിക്ക് കറക്റ്റ് പറയാനാണെങ്കിൽ ഒരു 15 മിനിറ്റ്, ജസ്റ്റ് 15 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് ഈ ഫോൺ ചാർജ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പം ടെക്നോളജി മാറിയപ്പോഴേക്ക് എന്താണ് സംഭവിച്ചത്? ഫാസ്റ്റ് ചാർജിങ്. ഇതുപോലെ ഇനി ടെക്നോളജീസ് ഡെവലപ്പ് ആവാൻ കിടക്കുന്നേ ഉള്ളൂ. അതായത് ഉറപ്പായിട്ടും വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. 8ാമത്തെ പോയിന്റ്, വാഹനത്തിന്റെ ബാറ്ററി കംപ്ലൈന്റ് വന്നാൽ, അതായത് ഒരു EV വാഹനത്തിന്റെ ബാറ്ററി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഈ IC വാഹനത്തിന്റെ ഒരു ബാറ്ററി കംപ്ലൈന്റ് മാറിയല്ലോ, 10,000-4,000 രൂപയല്ലേ ഉള്ളൂ, സിമ്പിൾ നമ്മൾ മാറും. എന്നാൽ ഒരു EV വാഹനത്തിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ 80% ബാറ്ററിയുടെ തന്നെ പ്രൈസാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നല്ല കാശ് കയ്യിൽ നിന്ന് പൊട്ടും. വാറണ്ടി ഉണ്ടെങ്കിൽ അടിച്ചു മോനെ നിങ്ങൾക്ക് സുഖമായിട്ട് അത് മാറി കിട്ടും. പക്ഷേയോ വാറണ്ടി ഇല്ലെങ്കിലോ തീർന്നു, കയ്യിൽ നിന്ന് കാശ് മുടക്കി വേണേ മാറിക്കോണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അവിടെ ഒരു പ്രശ്നം വരും. അന്നേരം അവർ പറയുന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഏതാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്ന സെല്ല്, ആ ഒരു സെല്ല് മാത്രം മാറ്റി വേറെ സെല്ല് വെക്കാം, സമ്മതിച്ചു. അപ്പം അങ്ങനെയാണ് ഈ സെല്ല് മാറ്റി ഞാൻ വേറെ വെച്ചു, അടുത്തുള്ള സെല്ലിനൊക്കെ കംപ്ലൈൻറ്റ് വരത്തില്ലേ? വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഇത് അത്രയും ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു സൈഡ് കംപ്ലൈൻറ്റ് വന്നു, ഇപ്പുറത്തെ സൈഡിലോട്ട് കംപ്ലൈൻറ്റ് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെക്നോളജി വളർന്നു വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ MGയുടെയൊക്കെ വാഹനം, അതായത് മോറിസ് ഗാരേജിൻ്റെ, അതും പ്രശ്നമുണ്ട്. അതായത് ഫസ്റ്റ് ഓണർക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജാണ് സെക്കൻഡ് ഓണർക്ക് കിട്ടത്തില്ല. ഫസ്റ്റ് ഓണർക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്, അതായത് ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ വാഹനം കസ്റ്റമർ വൺസ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കുന്ന ആൾക്ക് കിട്ടുന്ന 160 അല്ലെങ്കിൽ 8 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നത് വാറണ്ടി കിട്ടുന്നുള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടി എൻക്വയറി നടത്തുക, എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതുപോലെ അങ്ങനത്തെയൊക്കെ നല്ല രീതിക്ക് വാറണ്ടി കൊടുക്കുന്ന കേസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അല്ലാത്ത പക്ഷം പണി കിട്ടുന്ന കേസ് നിങ്ങൾ അറിയത്തില്ല. 10ാമത്തെ പോയിന്റ്, അഥവാ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഈ EV വാഹനം എടുത്താൽ പൊല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനമില്ല. പൊല്യൂഷൻ്റെ പേപ്പർ എടുക്കേണ്ട ഭയങ്കര സമാധാനം, നല്ലൊരു കാര്യമാണ്. പക്ഷേ ശരിക്കും ഇത് പൊല്യൂട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ 100% EV പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ബാറ്ററീസ് കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര പൊല്യൂഷനാണ് ഇനി മുമ്പോട്ട് വരാൻ പോകുന്നത്. പക്ഷേ അതല്ല, ആ ഒരു പോയിന്റ് മാറ്റിയാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, കോൾഡ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ, അതായത് നല്ല എക്സ്ട്രീം കോൾഡ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബാറ്ററിക്ക് പറയുന്ന റേഞ്ച് കിട്ടില്ല, വളരെ കുറയും. അത് കോൾഡ് കണ്ടീഷനിൽ വരികയാണെങ്കിലും ഓവറായിട്ട് ഹീറ്റ് വരികയാണെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ റേഞ്ച് അല്ലെങ്കിൽ അത് തരുന്ന റേഞ്ച് കുറവായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ EV വാഹനം എടുക്കാനുള്ള സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും EV വരാതിരിക്കാം, ടെക്നോളജീസ് ഡെവലപ്പ് ആവാതിരിക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മാക്സിമം ഒരു 700 ആ റേഞ്ച് വരെയൊക്കെയാണ് ഇവിടെ മാക്സിമം പറയുന്നത്. പക്ഷേ 700 എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു 600 ഒക്കെ കിട്ടുന്ന വാഹനങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഒരു ലോങ് റൺ വരെ. അപ്പം ഞാൻ ഇന്ന് വാഹനം എടുത്തു, ചിലപ്പോൾ ഒരു 2 വർഷം വരെ ഈ ഒരു 600 തന്നിട്ട് 3ാമത്തെ വർഷം തൊട്ട് പിന്നെ അത് 400 തരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. 2ാമത്തെ കാര്യം, ഹൈബ്രിഡ് വാഹനം എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ഹൈബ്രിഡ് വാഹനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ബാറ്ററിയിലും ഓടും എഞ്ചിനിലും ഓടും, അതായത് ഫ്യൂവലിലും ഓടും. അങ്ങനെ ഓടാനുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ നിപ്പിനൊന്ന് ബാംഗ്ലൂർ വരെ പോകണം, ഒരു 650 അല്ലെങ്കിൽ ഒരു 700 കിലോമീറ്റർ, ഒന്നും പേടിക്കണ്ട, ഫ്യൂവൽ ഫില്ല് ചെയ്യുക, ഓടുക,
ഓട്ടത്തിൽ തന്നെ അത് ചാർജ് ആകും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ആവും, എഞ്ചിൻ ഓഫ് ആകും. ഇങ്ങനെയുള്ളൊരു സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും. ഇത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഹൈബ്രിഡ് ടെക്നോളജി. അത് നല്ലൊരു റേഞ്ച് നോക്കാനാണെങ്കിൽ നല്ല രീതിക്ക് ക്ലച്ച് പിടിക്കാം എന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. EV ക്ലച്ച് പിടിക്കില്ലെന്നല്ല, EVക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഒന്ന് ചർച്ച ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ ഞാൻ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.